എത്തിയിരിക്കുന്നത്. അവിടെ കൂടിയിരുന്നവർക്ക് അദ്ദേഹം ഹസ്തദാനം കൊടുക്കുന്നുണ്ട്, ഹസ്തദാനം നിർവഹിക്കുന്നുണ്ട്. നേരത്തെ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് പോലീസിനെ ഡ്യൂട്ടി ചെയ്യാൻ CPM അനുവദിക്കുന്നില്ല, സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ല. തിരുവനന്തപുരത്ത് 3 തവണ തനിക്കെതിരെ ആക്രമണമുണ്ടായി. മൂന്നാമത് താൻ പുറത്തിറങ്ങിയപ്പോൾ മാത്രമാണ് നടപടിയെടുത്തിട്ടുള്ളത്. താൻ സുരക്ഷ വേണ്ട എന്ന് DGPയെ അറിയിച്ചതിന് ശേഷമാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലേക്ക് പോകുന്നത് എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരിച്ചത്. പോലീസ് സുരക്ഷ പിൻവലിക്കുകയാണെങ്കിൽ SFIക്കാരോട് പ്രതിഷേധിക്കരുത് എന്ന് പിണറായി വിജയൻ ആവശ്യപ്പെടും. കാരണം അതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്ന് പിണറായി വിജയൻ അറിയാം എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്. ഇപ്പോൾ മിഠായി തെരുവിലാണ് അദ്ദേഹം ഉള്ളത്. മിഠായി തെരുവിൽ ആളുകൾക്ക് ഹസ്തദാനം നൽകിയും ഒപ്പം തന്നെ അവരോട് സംവദിച്ചുമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് നീങ്ങുന്നത്. മിഠായി തെരുവിൽ അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ്. രഞ്ജിത്ത് തുടരുന്നു നമ്മോടൊപ്പം. രഞ്ജിത്ത് ഇപ്പോൾ മിഠായി തെരുവിലാണ്. ഒരുപാട് പേര് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കൈകൊടുക്കാനും മറ്റുമുണ്ട് മിഠായി തെരുവിൽ. അതെ, അദ്ദേഹം ഹലുവക്കടയിലേക്ക് കയറിയിരിക്കുകയാണ്. കോഴിക്കോട് മിഠായി തെരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം ഹലുവ തന്നെയാണ്. SM സ്ട്രീറ്റ് എന്ന് പറയുന്നത് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് ആണ്. ആ സ്വീറ്റ് മീറ്റാണ് ഹലുവ കഴിക്കാൻ വേണ്ടി ഹലുവ കച്ചവടക്കാർ തന്നെ അദ്ദേഹത്തെ വിളിച്ച് കയറ്റുകയായിരുന്നു. അപ്പോൾ ഹലുവക്കടയിലേക്ക് അദ്ദേഹം ഇപ്പോൾ കയറിയിട്ടുണ്ട്. കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ കോഴിക്കോടൻ ഹലുവ എന്നുള്ളതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കോഴിക്കോടൻ ഹലുവ കഴിക്കാനായി അദ്ദേഹം ഇപ്പോൾ ഹലുവക്കടയിലേക്ക് കയറിയിരിക്കുന്നു. ഇതിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഹലുവക്കടക്കാരൻ തന്നെ അദ്ദേഹത്തെ വിളിച്ച് അകത്തേക്ക് കയറ്റുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം അത് ആ ഹലുവക്കടയ്ക്ക് അകത്താണുള്ളത്. വലിയൊരു സ്വീകരണം അത് എന്ത് തരത്തിലാണെന്നറിയില്ല അദ്ദേഹത്തിന് ഇവിടുത്തെ കച്ചവടക്കാർ നൽകുന്നുണ്ട്. കാരണം ഈ കടയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതുമൊക്കെ കച്ചവടക്കാരുടെയൊക്കെ ആവശ്യപ്രകാരം തന്നെയാണ്. വലിയൊരു തിരക്ക് ഈ കടയ്ക്കുള്ളിലും അനുഭവപ്പെടുന്നു. അദ്ദേഹം ഹലുവ രുചിച്ചു നോക്കാൻ വേണ്ടി ഹലുവ മുറിച്ചു കൊടുക്കുന്ന ഭാഗത്തേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഴുവൻ മാധ്യമപ്രവർത്തക സംഘത്തിനും ഉള്ളിലോട്ട് കടക്കാനും സാധിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ളത് ഈ ഹലുവക്കടക്കകത്താണ്. ഹലുവക്കടക്കിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. ഈ മിഠായി തെരുവിലുടനീളം സഞ്ചരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഹലുവക്കടയിൽ ഉള്ളിൽ അദ്ദേഹം പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ഏതായാലും ഈ മിഠായി തെരുവിലേക്ക് കടന്ന ഉടൻ അദ്ദേഹത്തിന് നല്ല സ്വീകരണം കിട്ടുന്നു എന്നിവിടെ മനസ്സിലാക്കാൻ. ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന് പ്രതിഷേധം സാധാരണക്കാരായ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് പ്രതിഷേധമില്ല. ആ ജനങ്ങൾക്ക് പ്രതിഷേധമില്ല എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം നഗരത്തിലേക്ക് ഇറങ്ങിയത്. കാരണം പ്രതിഷേധിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ മാത്രമാണ്. ഈ നഗരത്തിലെ ജനങ്ങൾക്ക്, ഇവിടുത്തെ നഗര നിവാസികൾക്ക് തന്നോട് പ്രതിഷേധമില്ല, അവർ എന്നെ സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ആ സ്നേഹം നേരിട്ട് അറിയാൻ വേണ്ടി തന്നെ അദ്ദേഹം ഇവിടേക്ക് കോഴിക്കോട് നഗരത്തിലെ മിഠായി തെരുവിലേക്ക് എത്തിയതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അദ്ദേഹത്തെ വലിയ സ്വീകരണം നൽകുന്നുണ്ട്, അവർക്ക് ഹസ്തദാനം കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തെ കടയിലേക്ക് വിളിച്ചു കയറ്റി ഹൽവ നൽകുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഹൽവക്കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇനിയും മുന്നോട്ട് തന്നെയാണ് പോകുന്നത്.